ഔസുബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സന്മാർഗം പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തൻ്റെ വചനങ്ങളെ വിശദീകരിച്ച് തരുന്നതിനുള്ള മാർഗങ്ങളെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹു പറയുന്നു, യാ ബനി ആദമ ഇമ്മ യഅ്തിയന്നക്കും റുസുലും മിൻകും യഖുസ്സൂന അലൈക്കും ആയാതി. അല്ലയോ ആദം സന്തതികളെ, നിങ്ങളുടെ അടുക്കൽ എൻ്റെ ആയത്തുകൾ വിശദീകരിച്ചു തരുന്ന നിങ്ങളിൽ നിന്നുള്ള ദൂതന്മാർ വരുന്നതായാൽ ഫമനിത്തക്ക വാസുലഹ, ആരാണോ സൂക്ഷ്മത കൈക്കൊള്ളുകയും സ്വയം നന്നാക്കി തീർക്കുകയും ചെയ്യുന്നത്, ഫലാ ഖൗഫും അലൈഹിം വലാഹും യഹ്സനൂൻ, അവർക്ക് കഴിഞ്ഞതിനെ സംബന്ധിച്ച് ഭയപ്പെടാനോ വരാനുള്ളതിനെ സംബന്ധിച്ച് വ്യാകുലപ്പെടാനോ ഇല്ല. ഇത് സൂറ ആറാഫിലെ ആയത്താണ്. ഇതിൻ്റെ വെളിച്ചത്തിൽ വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായ ഭാഷയിൽ മനസ്സിലാക്കി തരുന്നത്, ദൈവിക വചനങ്ങളെ വിശദീകരിച്ചു തരേണ്ട ഉത്തരവാദിത്വം അള്ളാഹുവിൻ്റേതാണ് എന്നും അതിന് അള്ളാഹുവിൻ്റെ നടപടിക്രമം മനുഷ്യരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ നിയോഗിക്കലാണ് എന്നും വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു. ഹദ്റത്ത് അഹ്മദ് അലി ഇസ്ലാം ഈ കാലഘട്ടത്തിൽ വന്ന് ലോകത്തിനു മുന്നിൽ പ്രഖ്യാപിച്ചതും ഇത്ര മാത്രമേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞത്, ഈ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആനെ വിശദീകരിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും വേണ്ടി അള്ളാഹു എന്നെ നിയോഗിച്ചിരിക്കുന്നു. ഈ നിയോഗോദ്ദേശം വാഗ്ദത്ത മഹ്ദി മസീഹിന് ഹദ്റത്ത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ തന്നെ നൽകിയതാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മസീഹിനെ സംബന്ധിച്ച് വിശദീകരിച്ചപ്പോൾ അദ്ദേഹം ഈ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടിയാണ് ആഗതരാവുക എന്നും വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഇതിൻ്റെ വിശദമായ ചർച്ചകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നും എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഹമ്മദിയ മുസ്ലിം മിഷണറി മൗലവി കെ മുഹമ്മദ് അഹമ്മദ് സാഹിബാണ്. വിശുദ്ധ ഖുർആൻ്റെ ഭാഷയിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഉമ്മത്തിൽ പ്രവാചക നിയോഗത്തെ സംബന്ധിച്ച് ഖുർആൻ തന്നെ വിശദീകരിക്കുന്നു. ഇതിൻ്റെ വിശകലനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ ഖുർആൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിപൂർണമായ ഒരു ശരീഅത്തുമായി നിയോഗിച്ചുവെന്നും ആ ശരീഅത്തിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള സംരക്ഷണം, എല്ലാ തലത്തിലുമുള്ള സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നുവെന്നും പ്രഖ്യാപിക്കുന്നുണ്ട്. ഈ സംരക്ഷണം ഏറ്റെടുത്ത ഒരു ഗ്രന്ഥമായതുകൊണ്ട് ഇനി പുതിയൊരു ശരീഅത്തുമായിട്ട് ഒരു ദൂതൻ വരേണ്ടതില്ല. മറിച്ച് പ്രവാചക നിയോഗത്തെക്കുറിച്ച്, തൻ്റെ ഉമ്മത്തിൽ വരുന്ന ഒരു പ്രവാചകനെക്കുറിച്ച്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽ വരുന്ന പ്രവാചകനെക്കുറിച്ച് എവിടെ വിശുദ്ധ ഖുർആൻ പരാമർശിക്കുമ്പോഴും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മുസദ്ദിഖുൽ ലിമാ മഅക്കും, അതേപോലെ തന്നെ യഖുസ്സൂന അലൈക്കും ആയാത്തി, എൻ്റെ ആയത്തുകൾ വിശദീകരിക്കുന്ന എന്നിങ്ങനെയുള്ള ചില നിബന്ധനകൾ എടുത്തു വെക്കുന്നുണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആനെ എവിടെയും ഒരു പുതിയ ശരീഅത്തുമായിട്ടൊരു പ്രവാചകൻ വരുമെന്നില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ശരീഅത്തിനെ മൻസൂഖ് ചെയ്യുന്ന, റദ്ദ് ചെയ്യപ്പെടുന്ന, ദുർബലപ്പെടുത്തുന്ന ഒരു പ്രവാചകൻ വരുമെന്നുമില്ല. കാരണം ഈ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്തിന് അവസാന കാലഘട്ടം വരെയും അതിൻ്റെ സംരക്ഷണ ഉത്തരവാദിത്വം അള്ളാഹു താൻ തന്നെ ഏറ്റെടുത്തതാണ്. കാരണം പൂർവ്വകാലത്ത് പ്രവാചകന്മാർ ഗോത്രങ്ങളിലേക്കും സമുദായങ്ങളിലേക്കും കാലങ്ങളിലേക്കും പരിമിതമായിട്ടുള്ള ഒരു പ്രവാചകന്മാരായിരുന്നുവെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതോടുകൂടി സകല പ്രവാചകന്മാരുടെയും ദൗത്യങ്ങൾ ഒരുമിച്ചേറ്റെടുത്ത് സകല ലോകത്തേക്കും സകല കാലത്തേക്കും ഖിയാമത്ത് വരേക്കുള്ള പ്രവാചകനാണ്. അതുകൊണ്ട് ഇനി മറ്റൊരു പ്രവാചകൻ്റെ ആവശ്യമില്ല ശരീഅത്തോടു കൂടിയുള്ളത്. അതേസമയത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ പ്രവാചക നിയോഗം ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നു. അത് പറയുന്നത് ഒരു പ്രവാചകനെക്കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുവിശേഷം അറിയിച്ചത് വളരെ വ്യക്തമായിട്ട് തെളിയുന്നത്. ഇനി പ്രവാചകൻ എപ്പോൾ വരും എന്നുള്ളത് അള്ളയാണ് പറയേണ്ടത്, അള്ളാഹുവിനാണ് അത് അറിയുക എന്നും പറയുന്നു. അള്ളാഹു അഅലമു ഹൈസു യജ്അലു റിസാലത്തു, അള്ളാഹുവിനാണ് തൻ്റെ റിസാലത്ത് ഏറ്റവും കൂടുതൽ എവിടെ വെക്കണമെന്ന് അറിയുന്നത്. അതിനെക്കുറിച്ച് നമുക്കറിയില്ല, അള്ളാഹു അറിയുമെന്ന് പറഞ്ഞാൽ അത് വിട്ടുകൊടുത്താൽ മതി. പക്ഷേ ഉമ്മത്തിൽ വരുന്ന ഒരു പ്രവാചകനെ കുറിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രവാചകൻ വരികയാണെങ്കിലും 1000 പ്രവാചകൻ വരികയാണെങ്കിലും പ്രവാചകത്വത്തിൻ്റെ കവാടം തുറന്നു വെക്കേണ്ടതുണ്ട്. ആ നിലയിൽ വിശുദ്ധ ഖുർആൻ ആ കവാടം തുറന്നു വെച്ചിട്ടുണ്ട്. അതിലൊരു ആയത്താണ് ഇപ്പോഴും നമ്മൾ ചർച്ചയ്ക്കെടുത്തത്. ഖുർആൻ പറയുന്നത്, യാ ബനി ആദമ ഇമ്മ യഅ്തിയന്നക്കും റുസുലും മിൻകും യഖുസ്സൂന അലൈക്കും ആയാത്തി ഫമനിത്തഖ വഅസ്ലഹ ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. ആദം സന്തതികളെ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നുള്ള ദൂതന്മാർ നിങ്ങളുടെ അടുത്ത് വരുന്നതായാൽ
അത് യഖുസ്സൂന അലൈക്കും ആയാത്തി, എൻ്റെ ആയത്തുകൾ വിശദീകരിക്കുന്നവരാണ്. അള്ളാഹുവിൻ്റെ ആയത്തുകൾ വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ ഓതിക്കൊടുക്കലല്ല ഉദ്ദേശിക്കുന്നത്. നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസി എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ യൂസുഫിൽ പറയുന്നു. അതായത് നാമാണ് നിനക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള വൃത്താന്തത്തെ വിവരിച്ചു തരുന്നത്. അതായത് അള്ളാഹുവിൽ നിന്ന് ലഭ്യമാകുന്ന അറിവിൻ്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആനെ വിവരിക്കുക, അള്ളാഹുവിൻ്റെ ആയത്തുകൾ വിശദീകരിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ അതിന് ഒരു ക്ലോസ് വെക്കുന്നുണ്ട്, ഒരു നിബന്ധന വെക്കുന്നുണ്ട്. ആ നിബന്ധനയുടെ അടിസ്ഥാനത്തിലാണ് യഖുസ്സൂന അലൈക്കും ആയാത്തി, എൻ്റെ ആയത്തുകൾ വിശദീകരിക്കുന്ന ആളുകൾ, പിന്നെ ദൂതന്മാർ നിങ്ങളടുത്ത് വരും എന്ന് പറയുന്നത്. അപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദമിൻ്റെ സന്തതികളിൽ ഉൾപ്പെട്ടതാണ്. ഇതിന് പിന്നെ ഏതൊരു സമയത്തും ഏതൊരു സത്യത്തെയും എതിർക്കുന്ന ആളുകളുണ്ടാവും. അതിന് കാരണം അവരുടെ ചില തെറ്റിദ്ധാരണകളാകാം, അല്ലെങ്കിൽ അന്ധമായിട്ടുള്ള പിന്നെ വിരോധമാവാം, അതുമല്ലെങ്കിൽ ഞങ്ങൾ തന്നെ എല്ലാം മതിയായതാണ് എന്നുള്ള അഹംഭാവമാവാം. ഈ മൂന്നും വിശുദ്ധ ഖുർആനൊരിടത്ത് വിവരിക്കുന്നുണ്ട്. അങ്ങനെ നിഷേധിക്കാൻ വേണ്ടി എന്തു പറയും? ആദം സന്തതികളെ എന്നല്ലേ ഇവിടെ വിളിച്ചത്. അതുകൊണ്ട് ആദം സന്തതികളുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് വന്ന കാര്യമാണ് ഈ പറഞ്ഞത്, ഈ കാലഘട്ടത്തിലേക്കല്ല എന്നാണ്. ഇതേ സൂറത്തിൽ തന്നെ ആദം സന്തതികളെ എന്ന് വിളിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ സംബോധന ചെയ്ത് 3-4 പരാമർശങ്ങൾ വേറെ നമുക്ക് കാണാം. അല്ല, ഇത് സൂറത്ത് 36-ാമത്തെ ആയത്താണിത്. അതേ 36-ാമത്തെ ആയത്ത് വരുമ്പോൾ അതിൻ്റെ മുമ്പുള്ള ആയത്തുകൾ 28, 27, അതേപോലെ തന്നെ 32 ആയത്തുകൾ, ഈ 3 ആയത്തുകളിലും അതേ പരാമർശം തന്നെയാണുള്ളത്. അതായത് യാബനി ആദമ എന്ന് തന്നെയാണ് തുടങ്ങുന്നത്. അത് ഖുർആൻ വളരെ വ്യക്തമായിട്ട് എടുത്തു പറയുന്നു. പിന്നെ 27-ാമത്തെ ആയത്ത് ഇപ്രകാരമാണുള്ളത്: യാബനി ആദമ ഖദ് അൻസൽന അലൈക്കും ലിബാസ യുവാരി സൗവാത്തിക്കും. ഓ ആദം സന്തതികളെ, നാം നിങ്ങൾക്ക് വസ്ത്രത്തെ ഇറക്കി തന്നിരിക്കുന്നു നിങ്ങളുടെ നഗ്നത മറക്കുന്നതിന് വേണ്ടി. അവിടെ ആദം സന്തതികളെ എന്നാണ് വിളിച്ചത്. മുഹമ്മദിയുടെ ഉമ്മത്തിൽ അത് ഉൾപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ മുഹമ്മദിയുടെ ഉമ്മത്ത് വസ്ത്രം എടുക്കാതെ നടക്കണം, അത് പിന്നെ ആദം സന്തതികൾക്ക് കൊടുത്ത വസ്ത്രം നമുക്ക് വേണ്ട എന്നാരും പറയാൻ നിവൃത്തിയില്ല. അതിനുശേഷം പറഞ്ഞ് യാബനി ആദമ ലാ യഫ്തിനന്നക്കും ഷൈത്താനു കമ അഖ്റജ അബവൈക്കും മിനൽ ജന്ന. ഓ ആദം സന്തതികളെ, നിങ്ങളെ ഷൈത്താൻ ഫിത്നയിൽ അകപ്പെടുത്താതിരിക്കട്ടെ, നിങ്ങളുടെ പിതാമഹന്മാരെ സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നതുപോലെ എന്ന് പറയുന്നു. അവിടെയും ആദം സന്തതികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങളല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പുള്ള ആളുകൾ മാത്രമാണെന്ന് പറയുന്നത്. ഷൈത്താൻ ഇവർ അഊദുബില്ലാഹി മിനശ് ഷൈത്താനിർ റജീം എന്ന് പറയേണ്ട ആവശ്യമില്ല. ഷൈത്താൻ്റെ എല്ലാ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതിന് ശേഷം പിന്നീട് പറയുന്നത് യാബനി ആദമ ഖുസൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദിൻ. ഓ ആദം സന്തതികളെ, നിങ്ങൾ ഓരോ പള്ളികളുടെ അടുത്ത് പോകുമ്പോഴും നിങ്ങൾ അലങ്കാരത്തെ കൈക്കൊള്ളുക. അതായത് മസ്ജിദ് എന്നുള്ള പദം ഖുർആനിൽ ഇവിടെ ആദം സന്തതികളോട് പറയുമ്പോൾ നമ്മുടെ പള്ളിക്ക് അത് പറ്റൂല, മുഹമ്മദ് നബിയുടെ മുമ്പ് വന്ന പള്ളികൾക്കേ പറ്റുള്ളൂ എന്ന് ആരും പറയാറില്ല. സാധാരണഗതിയിൽ മസ്ജിദ് എന്നുള്ള പദം പ്രയോഗിക്കാറുള്ളത് ടെക്നിക്കൽ ടൈം അനുസരിച്ച് മുസ്ലിങ്ങളുടെ പള്ളികൾക്ക്. വേറെ ഒരു സംഭവം എന്തെന്ന് വെച്ചാൽ, ഹസ്രത്ത് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ഇത്ഖാൻ എന്ന ഗ്രന്ഥത്തിൽ യാബനി ആദമ എന്നുള്ളതിനെക്കുറിച്ച് പിന്നെ സംബോധനയെക്കുറിച്ച് അദ്ദേഹം തൻ്റെ ഇത്ഖാനിൽ വിവരിക്കുകയാണ്. ഖുർആനിലുള്ള പല സംബോധന ഉണ്ട്. യാഹില പിന്നെ യാ യുഹന്നാസ് ഉണ്ട്, യാ യുഹല്ലദീന ആമനുണ്ട്, യാബനി ആദമുണ്ട്. ഇങ്ങനെയുള്ള സംബോധനകളിൽ യാബനി ആദമ എന്ന് പറയുന്ന സംബോധന കൊണ്ട് ഉദ്ദേശിക്കുന്നത് വലി കുല്ലിമൻ ബാദഹും, അതിനുശേഷം വരുന്ന അല്ലെ അഹലി ദാലിക്ക സമാനി, ആ കാലഘട്ടത്തിലുള്ള ആളുകളും വലിയ കുല്ലിമൻ ബാദഹും, അതിന് ശേഷമുള്ള ആളുകളും കൂടിയാണ് എന്ന് അദ്ദേഹം അത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് സുയൂത്തി ഇമാം പറഞ്ഞിട്ടില്ലെങ്കിലും ഓരോരുത്തർക്കും മനസ്സിലാവുന്നൊരു കാര്യമാണ്. ഇനിയിപ്പോൾ യാബനി ആദമ എന്ന് വിളിച്ചാൽ ഞങ്ങളല്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ വിളിക്കണേ യാബനി ഷെയ്ത്താൻ എന്ന് വിളിക്കണമെന്ന് ചോദിക്കാം നമുക്ക് തിരിച്ച്. ഇവർ പിന്നെ ആദമിൻ്റെ മക്കളല്ല, മനുഷ്യരല്ല, അള്ളാഹുമായിട്ട് ബന്ധപ്പെടുത്തുന്നതിന് വേണ്ടി വന്ന ആളാണ് ആദം അലൈഹിസ്സലാം. അള്ളാഹുമായിട്ട് ബന്ധപ്പെടാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യ സമൂഹത്തെയാണ് ഖുർആനിൽ എല്ലാ സ്ഥലങ്ങളിലും എവിടെ യാബനി ആദമ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ അള്ളാഹുമായിട്ട് ബന്ധം പുലർത്താൻ ഉദ്ദേശിക്കുന്ന ആഗ്രഹിക്കുന്ന ജനമേ എന്ന ഉദ്ദേശത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ എത്തി എന്നക്കും എന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായും ആഗതരാവും എന്നുള്ള പരാമർശം കൂടി വിശുദ്ധ ഖുർആൻ നടത്തുന്നുണ്ട്. അത് പിന്നെ ചില ആളുകൾ വെറുതെ പിന്നെ വരുന്നതായാൽ എന്നല്ലേ ഉള്ളൂ എന്ന് പറയും. അതിന് പറയും ഇംകാനി ബാസ് എന്ന് പറയും. അതായത് സാധ്യതയെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ സാധ്യതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വന്നുകൊള്ളണമെന്ന് നിർബന്ധമില്ല. ഏതായാലും മുടി 7 കീറിയിട്ട് അതിൻ്റെ ഒരു കഷ്ണം ഇങ്ങോട്ടല്ലെന്ന് ചോദിക്കുന്ന പോലെയാണ് പരിപാടി. വാസ്തവത്തിൽ അത് അങ്ങനെ ഒരു പഴുതിനെ അടച്ചുകൊണ്ടാണ് അവിടെ പറഞ്ഞത് എത്തി എന്നക്കും, അതായത് നിശ്ചിതാർത്ഥകമായിട്ട് നിശ്ചയമായും അവർ നിങ്ങളിൽ വരുന്നതായാൽ എന്ന് അതിന് നൂനെ താക്കീതെന്നാണ് അറബി ഭാഷയുടെ ടെക്നിക്കൽ ടൈമിൽ പറയുന്നത്. നിശ്ചയമായും വരുന്നതായാൽ എന്നുള്ളത് എടുത്തു പറഞ്ഞുകൊണ്ട്, ആ നിശ്ചിതാർത്ഥകമായിട്ട് പറഞ്ഞുകൊണ്ട് അത് സാധ്യതയെക്കുറിച്ചല്ല. എത്തി എന്നക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ വരുന്നതായാൽ, അല്ല നിങ്ങളിൽ വരുന്നതായാൽ എന്ന് മുസ്ലിം സമൂഹം ഓരോരുത്തരും അതിനെക്കുറിച്ച് പ്രതീക്ഷിക്കേണ്ടതാണ്
എന്ന നിലയിലാണ് ഇവിടെ പ്രയോഗമുള്ളത് എന്ന് വ്യക്തമാണ്. ചുരുക്കത്തിൽ ആദമിൻ്റെ സന്തതികളായിട്ടുള്ള മനുഷ്യ സമൂഹത്തിന് അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറങ്ങിയ ഖുർആനായതുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രവാചകനായി അംഗീകരിച്ച് ഖുർആൻ ഓതുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന സന്ദേശം, അള്ളാഹുവിൻ്റെ ആയത്തുകളെ അള്ളാഹുവിൽ നിന്ന് വരുന്ന ആളുകൾ വിശദീകരിക്കും. അങ്ങനെ വരുന്നതായാൽ ഫമനി തഖ വാസ്ലഹ, നിങ്ങളിൽ ആര് തഖ്വ കൈക്കൊള്ളുന്നുവോ, വാസ്ലഹ ഇസ്ലാഹ് ഉണ്ടാക്കുന്നുവോ, തങ്ങളെ നന്നാക്കാൻ ശ്രമിക്കുന്നുവോ, ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യസൻ, അവർക്ക് വരുംകാല കാര്യങ്ങളെക്കുറിച്ച് ഭയപ്പെടേണ്ടതില്ല, കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ ദുഃഖിക്കേണ്ടതുമില്ല. അഥവാ അവർക്ക് സമാധാന സമ്പൂർണ്ണമായിട്ടുള്ള സ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതം, അള്ളാഹു സ്വർഗ്ഗതുല്യമായൊരു ജീവിതം അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നാണ്. അത് മാത്രമല്ല, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഉമ്മത്തിൽ നുബുവത്തിനെ സംബന്ധിച്ചുള്ള ചർച്ച കുറേ കൂടി വ്യക്തമായ രീതിയിലും കുറേ കൂടി വിശദമായ രീതിയിലും നമുക്ക് ഇനിയും ലഭിക്കുന്നുണ്ട്. ഉദാഹരണമായി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മത്തിനോട് സ്വലാത്ത് ചൊല്ലാൻ കൽപ്പിക്കുന്നുണ്ട്. അത് സാധാരണഗതിയിൽ എല്ലാ മുസ്ലിങ്ങളും ചൊല്ലുന്നതുമാണ്. അതിൽ നാം ഇങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലാറുള്ളത്: അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വാല ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിമ വാല ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വാല ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിമ വാല ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ്. അതായത് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിന് വേണ്ടി കൽപ്പിച്ചിരിക്കുന്നത്, അള്ളാഹുവെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നീ സവിശേഷ കാരുണ്യം പ്രദാനം ചെയ്യണമേ. അദ്ദേഹത്തിൻ്റെ റസൂൽ ഹദരത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും സവിശേഷ കാരുണ്യം പ്രദാനം ചെയ്തതുപോലെ. വീണ്ടും ദുആ ചെയ്യാൻ കൽപ്പിക്കുന്നു, അള്ളാഹുവെ മുഹമ്മദ് നബിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും സല്ലല്ലാഹു അലൈഹി വസല്ലം നീ ബർക്കത്ത് പ്രദാനം ചെയ്യണമേ, നീ അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യണമേ. ഇബ്രാഹിം നബിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നീ അനുഗ്രഹം പ്രദാനം ചെയ്തതുപോലെ. ഇവിടെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ലഭ്യമാകാത്ത, ഹദരത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് ലഭ്യമായ ഏത് അനുഗ്രഹത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്? വാസ്തവത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ലഭ്യമായ സവിശേഷമായ എന്തോ ഒരനുഗ്രഹം അത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഉമ്മത്തിലും കിട്ടുന്നതിന് വേണ്ടിയുള്ള ദുആയാണ് ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ്റെ വിശദമായ ചർച്ചകളിലൂടെ നമുക്ക് ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് പ്രവേശിക്കാം. ഇവിടെ കമാ സൊല്ലൈത്ത അല്ലെങ്കിൽ കമാ ബാറക്ത, നീ സവിശേഷമായ കാരുണ്യം ചെയ്തതുപോലെ, സവിശേഷമായ അനുഗ്രഹം ചെയ്തതുപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നൽകണം. അങ്ങനെ ഇബ്രാഹിം നബിയുടെ കുടുംബത്തിന് നൽകിയതുപോലെ. അപ്പോൾ ഇബ്രാഹിം നബിയുടെ കുടുംബത്തിന് എന്തോ നൽകിയിട്ടുണ്ട്, ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിൽ എന്തോ കുറവുണ്ട് എന്ന നിലയിലാണ് ഇത് പെട്ടെന്ന് കാണുന്നത്. കമ എന്ന പദം രണ്ട് വിധത്തിൽ പ്രയോഗിക്കാറുണ്ട്. ഒന്ന് അതേപോലെ തന്നെ എന്ന് പറയുന്നതും, ഒന്ന് നൗഇയ്യത്ത് എന്ന് പറയും. അതിൻ്റെ തരം, ഏതൊരു തരത്തെക്കുറിച്ചാണോ പറയുന്നത് ആ തരത്തെക്കുറിച്ച്. ആ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത് എങ്ങനെയാണെങ്കിലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മത്തിനേക്കാളും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബത്തെക്കാളും നബി തിരുമേനിയുടെ കുടുംബം എങ്ങനെയാണെങ്കിലും ശ്രേഷ്ഠമാണ്. അതിൽ യാതൊരു വിധത്തിലും അതിനെ നമുക്ക് താഴ്ത്തി കാണുവാനോ അതിന് വേറൊന്ന് കൊടുക്കണമെന്ന് പറയാനോ നിവൃത്തിയില്ല. അതേ സമയത്ത് നൗഇയ്യത്ത്, അതിൻ്റെ തരം എന്ന നിലയിൽ അതിനെ നാം പരിഗണിക്കുമ്പോൾ അവിടെ വരുന്ന സംഗതി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മത്തിൽ നൽകപ്പെട്ടിട്ടുള്ള ഒരു തരത്തിലുള്ള അനുഗ്രഹം, അവിടെ അള്ളാഹു സവിശേഷമായി നൽകിയിരുന്ന ഒരു അനുഗ്രഹമുണ്ട്. അത് ഒരു പ്രത്യേക അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെയാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് വേണ്ടി നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി നൽകണമെന്ന് പറയുന്നത് എന്ന് പറയുകയാണെങ്കിൽ പ്രശ്നമില്ല. ഇപ്പോൾ സലാത്ത് ജാഥകളും സലാത്ത് മജ്ലിസുകളും സലാത്തിൻ്റെ പേരിൽ എല്ലാ പരിപാടിയും ഇപ്പോൾ സലാത്തിൻ്റെ പേരിലാണ്. പക്ഷേ എന്താണ് ഈ ചോദിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് നുബുവത്ത് തരണേ എന്നാണ് ചോദിക്കുന്നത്. അത് വിശുദ്ധ ഖുർആൻ തന്നെ അക്കാര്യം വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഖുർആൻ അത് എടുത്ത് നമ്മളത് ഖുർആൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള പല പരാമർശങ്ങളുണ്ട്. അതിലെ ഇത് സംബന്ധമായിട്ടുള്ള ചില ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ ഇപ്രകാരം കാണുന്നു. സൂറത്തുൽ ബഖറയിലെ 125-ാമത്തെ വചനം, വൈദ്ബത്തല ഇബ്രാഹിം റബ്ബഹു ബി കലിമാത്തിൻ ഫ അത്തമ്മഹുന്ന. ഇബ്രാഹീമിനെ അദ്ദേഹത്തിൻ്റെ നാഥൻ ചില വചനങ്ങൾ, ചില കൽപ്പനകൾ മുഖേന അള്ളാഹു പരീക്ഷിക്കുകയാണ്. അങ്ങനെ പരീക്ഷിച്ചപ്പോൾ ആ പരീക്ഷണത്തെ അദ്ദേഹം പൂർത്തിയാക്കുന്നു. അതിനുശേഷം പറയുന്നു, കാല ഇന്നി ജായിലുക ലിന്നാസി ഇമാം. നിശ്ചയം നാം നിന്നെ ജനങ്ങൾക്ക് വേണ്ടി ഒരു ഇമാമാക്കാൻ നിശ്ചയിക്കുന്നു. അപ്പോൾ അദ്ദേഹം തിരിച്ചല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അർത്ഥിക്കുന്നു, കാലവമിൻ സുരിയത്തി, റബ്ബെ എൻ്റെ മക്കളിൽ നിന്നും എൻ്റെ സന്താന പരമ്പരയിൽ നിന്നുകൂടി അത് ഉണ്ടാക്കണമേ. അതിനുശേഷം അള്ളാഹുവിന് കൊടുക്കുന്ന മറ്റൊരു മറുപടി, അതങ്ങനെ തന്നെയാണ്. കാല ലായനാലു അഹ്ദിൽ ലാലിമീൻ, ലാലിമീങ്ങൾക്ക് എൻ്റെ ഈ വാഗ്ദാനം ഒരിക്കലും ചെന്നെത്തുകയില്ല എന്നുള്ളതാണ്. അതായത് ലാലിമല്ലാത്തവർക്കാണ് ഈ വാഗ്ദാനമുള്ളത് എന്ന്.
ഇനി ആ വാഗ്ദാനം തൻ്റെ ഉമ്മത്തിനെ ഇമാമാക്കണമെന്ന് പറഞ്ഞു. ആ ഇമാമാക്കിയ ആളുകൾ ആരായിരുന്നു എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ യാക്കൂബ്, ഇസ്മായിൽ, അതേപോലെ തന്നെ ഇസ്ഹാക്ക് തുടങ്ങിയിട്ടുള്ള ഇബ്രാഹിം നബിക്ക് ശേഷം വന്ന പ്രവാചകന്മാരുടെ പട്ടിക വിവരിച്ചുകൊണ്ട്, ഒരു നീണ്ട പരമ്പര തന്നെ വിവരിച്ചുകൊണ്ട്, അതിൽ സൂറത്തുൽ അംബിയായിൽ അള്ളാഹു പറയുന്നു ഇമ്മത്തൻ യഹുദൂന ബി അംറിന, അവർ നമ്മുടെ ഹിദായത്തനുസരിച്ച്, നമ്മുടെ മാർഗദർശനമനുസരിച്ച്, നമ്മുടെ കൽപ്പനയനുസരിച്ച് ജനങ്ങളെ ഹിദായത്തിൽ നയിക്കുന്ന ഇമാമിങ്ങളായിരുന്നു. അപ്പോൾ അവരുടെ പ്രവാചകന്മാരാണ് അവർക്ക് ഇമാമിങ്ങളായി വന്നിരുന്നത്. യഹുദൂന ബി അംറിന, നമ്മുടെ കൽപ്പനയനുസരിച്ച് ഹിദായത്ത് നൽകുന്ന, ഒന്നുകൂടി പറഞ്ഞാൽ മഹ്ദി ഇമാമുകളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മഹ്ദി എന്നുള്ള പദവോടുണ്ട്, ഇമാം എന്നുള്ള പദവോടുണ്ട്. അപ്പോൾ ഹിദായത്ത് നൽകുന്ന അള്ളാഹുവിൻ്റെ ഇമാമിങ്ങളായിട്ട് വന്ന പ്രവാചകന്മാരായിരുന്നു ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബത്തിൽ വന്നിരുന്നത് എന്ന് പറയുന്നു. അവരെക്കുറിച്ച് ഖുർആൻ വിവരിക്കുന്നത് ഉലായിക്കല്ലദീന അന്നമല്ലാഹു അലൈഹി മിനന്നബീന, അവരെ അള്ളാഹു നബിമാരിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ആളുകളായിരുന്നു, അള്ളാഹു അനുഗ്രഹം ചെയ്ത ആളുകളായിരുന്നു. അത് നബിമാരിൽ നിന്ന് അനുഗ്രഹം ചെയ്യപ്പെട്ടവർ എന്ന് പറയുകയും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒമിമ്മൻ ഹദൈന വജ്തബൈന, അവരെ നാം ഹിദായത്തിലാക്കുകയും അവരെ നാം തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു എന്ന് സൂറ മറിയമിലെ 59-ാമത്തെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നു. ഇതേ കാര്യം വീണ്ടും ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും മറ്റൊരു സ്ഥലത്ത് ഇത് പറയുന്നത് വഹബ്നാ ലഹു ഇസ്ഹാഖ വ യാഖൂബ വജഅൽനാ ഫി സുരിയത്തിഹി നുബുവത്ത വൽ കിതാബ്. അതായത് സൂറ അൻകബൂത്തിലെ 28-ാമത്തെ വചനത്തിൽ നാം അദ്ദേഹത്തിന് ഇബ്രാഹിമിന് ഇസ്ഹാക്കിനെയും യാക്കൂബിനെയും നൽകുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ സന്തതികളിൽ നാം പ്രവാചകത്വവും ദിവ്യഗ്രന്ഥവും നിലനിർത്തിയെന്ന്. ഇവിടെയും പ്രവാചകത്വവും ദിവ്യഗ്രന്ഥവും നിലനിർത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സന്തതികളിൽ നാം ഒരു അനുഗ്രഹം നൽകിയിരുന്നു, ഇനാമ് നൽകിയിരുന്നു, അനുഗ്രഹം നൽകിയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ അള്ളാഹുവിൻ്റെ സവിശേഷ കാരുണ്യവും അനുഗ്രഹവും ചൊരിയണമേ എന്ന് ദുആ ചെയ്യുകയും, സലാത്തിൽ നാം ദുആ ചെയ്യുകയും, അവിടെ ഇബ്രാഹിം നബിയുടെ ഉമ്മത്തിൽ ഉണ്ടായിരുന്ന നുബുവത്താകുന്ന അനുഗ്രഹം ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏറ്റവും സമുന്നതമായിട്ടുള്ള അനുഗ്രഹം നുബുവത്താണ്. ഈ നുബുവത്താവുന്ന അനുഗ്രഹം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ഇല്ല എന്നും പറയുകയാണെങ്കിൽ പിന്നെ കമാസല്ലൈത്ത അതേ വിധത്തിലുള്ള നുബുവത്ത് ആ സലാത്തിൽ നിരർത്ഥകമാണ്. അത് വെറുതെ ഉള്ളൊരു അധര വ്യായാമം മാത്രമായിട്ട് മാറുന്നു. അതിൽ യാതൊരു വിധത്തിലുള്ള അർത്ഥമില്ലാത്ത ഒരു പ്രാർത്ഥനയായിട്ട് മാറുന്നു. അപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മത്തിനോട് സലാത്ത് ചെല്ലുന്നതിന് വേണ്ടി കൽപ്പിച്ചപ്പോൾ അതിൽ വളരെ വ്യക്തമായ രീതിയിൽ അടങ്ങിയിട്ടുള്ള ദുആ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഉമ്മത്തിൽ നുബുവത്തിന് വേണ്ടിയുള്ള ദുആയാണ്. അതല്ലാതെ ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് മറ്റ് യാതൊരു തരത്തിലുള്ള സവിശേഷമായിട്ടുള്ള കാരണവും ലഭ്യമായതായി വിശുദ്ധ ഖുർആൻ്റെ ഭാഷയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കളിൽ അള്ളാഹു പ്രവാചകത്വം തുടരെ കൊടുത്തിരുന്നതായും വിശദമാക്കപ്പെടുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ സലാത്തിൽ പറയുന്ന സവിശേഷ കാരണവും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹവും, അതായത് ഇബ്രാഹിം നബിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നൽകിയതുപോലുള്ള സവിശേഷ കാരണവും അനുഗ്രഹവും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നൽകണമെന്ന് പറയുമ്പോൾ തീർച്ചയായും അത് പ്രവാചകത്വത്തിന് വേണ്ടിയുള്ള ദുആയാണ് എന്ന് വ്യക്തമാകുന്നു. അതല്ലാതെ ഒരിക്കലും തന്നെ ഇബ്രാഹിം നബിക്ക് മറ്റ് യാതൊരു രീതിയിലുള്ള പ്രോപ്പർട്ടികളോ മറ്റേതെങ്കിലും രീതിയിലുള്ള സവിശേഷമായിട്ടുള്ള എന്തെങ്കിലുമോ നൽകിയതായി എവിടെയും കാണാൻ കഴിയുന്നില്ല. ഒരിടത്ത് ഖുർആനിൽ മുൽക്കൻ അലീമ, അവർക്ക് രാജാധികാരം നൽകിയെന്നുണ്ട്. അതിനെയും പറഞ്ഞിട്ട് അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിലും രാജാധികാരം നൽകിയിട്ടുണ്ട്. അപ്പോൾ രാജാധികാരം എന്നുള്ള ഭൗതികമായിട്ടുള്ള നിഅമത്തും അതേപോലെ തന്നെ നുബുവത്ത് എന്നുള്ള ആത്മീയമായിട്ടുള്ള സമുന്നതമായ നിയമത്ത്, രണ്ടും പരമോച്ഛയിലുള്ള നിയമത്തുകളാണ്. ആ രണ്ട് നിയമത്തുകളും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽ നൽകുമെന്ന് റസൂലുള്ളാഹി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ ഉമ്മത്തിൽ അത് വരുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അത് നൽകണമേ എന്ന് സലാത്തിൽ ദുആ ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ ഇവിടെ മനസ്സിലാക്കാനുള്ള മറ്റൊരു പ്രധാന കാര്യം എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇബ്രാഹിം നബിയുടെ ഉമ്മത്തിൽ നൽകിയിരുന്ന പ്രവാചകത്വം അവർ ഒരു പ്രത്യേക കാലത്തേക്കോ ഒരു പ്രത്യേക സമുദായത്തിലേക്കോ ഉള്ളതായിരുന്നു. അവിടെയും അവരെ നബിമാരെ പിൻപറ്റി വന്ന ആളുകളെക്കുറിച്ച് ഉലായിക്കഹുമു സിദ്ദീഖുൻ, ആ പ്രവാചകന്മാരെ പിൻപറ്റിയ ആളുകൾക്ക് സിദ്ദീഖീങ്ങൾ എന്നുള്ള പദവിയും അതിന് താഴെയുള്ള പദവികളും ലഭിച്ചിരുന്നു വിശുദ്ധ ഖുർആൻ പറയുന്നു. എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ നുബുവത്തിൻ്റെ മഖാം ഉയരുന്നു. നുബുവത്തിൻ്റെ സ്ഥാനം വളരെ ഉന്നതമായി വരികയാണ് ചെയ്യുന്നത്.
കാരണം 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പുള്ള പ്രവാചകന്മാർ അവർ 1,24,000 എന്നും 2,24,000 എന്നും ഹദീസുകൾ നിവേദനങ്ങൾ കാണുന്നു. അവരൊക്കെ തന്നെ വ്യത്യസ്ത കാലങ്ങളിലേക്കും വ്യത്യസ്ത ഗോത്രങ്ങളിലേക്കും വ്യത്യസ്ത സമുദായങ്ങളിലേക്കും പരിമിതമായ നുബുവത്തുകളായിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ മുഴു ലോകത്തേക്കും മുഴു സമുദായത്തിലേക്കും മുഴു ഗോത്രങ്ങളിലേക്കുമുള്ള മനുഷ്യ സമൂഹത്തിലേക്ക് മാനവരാശിക്കുള്ള പ്രവാചകനായതുകൊണ്ട് ആ പ്രവാചകന്മാർ മുഖേന എന്തെല്ലാം ദൗത്യ നിർവഹണം ഇവിടെ നടന്നിരുന്നുവോ ആ ദൗത്യങ്ങൾ മുഴുവനും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സമഞ്ജസമായി സമ്മേളിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ പ്രവാചകന്മാർക്കൊക്കെ ഉണ്ടായിരുന്ന ദൈവിക സ്ഥാനം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒറ്റക്കുണ്ടായിത്തീരുന്നു. ഇതാണ് വാസ്തവത്തിൽ ശ്രേഷ്ഠ പ്രവാചകൻ ഖാത്തമൻ നബീൻ എന്ന് പറഞ്ഞതിൻ്റെ മറ്റൊരു അഫ്ളലുൻ നബീൻ, ശ്രേഷ്ഠ പ്രവാചകൻ എന്ന് പറയുന്ന ഒരു അർത്ഥമായിട്ട് വരുന്നത്. ആ മഖാം ഉയർന്നതുകൊണ്ട് ഇനി പ്രവാചകൻ എന്നിപ്പോൾ മലയാള ഭാഷയിൽ പറഞ്ഞാലും ഇംഗ്ലീഷിൽ മെസ്സേഞ്ചർ എന്ന് പറഞ്ഞാലും മാറേതെങ്കിലും ഭാഷ തമിഴിൽ നബി എന്ന് പറഞ്ഞാലും ഏത് വിധത്തിൽ പറയുകയാണെങ്കിലും ദൂതർ എന്ന് പറഞ്ഞാലും നബി എന്നിപ്പോൾ ലോകത്ത് ആര് പറഞ്ഞാലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ ജനങ്ങളുടെ മനസ്സിൽ വരികയുള്ളൂ. വെറും നബി എന്ന് പറഞ്ഞാൽ ഒരു പദം നബി എന്ന് മാത്രം പറഞ്ഞാൽ വേറെ ഒരു പ്രവാചകനെക്കുറിച്ചും ആരും ചിന്തിക്കുന്നില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മഹത്വത്തെ ലോകത്തെ കൊണ്ട് അംഗീകരിക്കുകയാണ്. അത് ഹിന്ദുവാട്ടെ മുസ്ലിമാട്ടെ നബി എന്ന് പറഞ്ഞാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അത് അംഗീകരിച്ചത് കൊണ്ട് ഉള്ള ഒരു പ്രധാന കാര്യം എന്തെന്ന് വെച്ചാൽ ഇനി നുബുവത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റിയാൽ മാത്രമേ കിട്ടുള്ളൂ. ഈ ഒരു സവിശേഷത ഈ രണ്ട് ഉമ്മത്തും തമ്മിലുണ്ട്. ഇപ്പം ഇബ്രാഹിം നബിയുടെ ഉമ്മത്തിന് നുബുവത്ത് ലഭിച്ചത് ഇസ്ഹാക്കിനോ ഇബ്രാഹീമിനോ അല്ലെങ്കിൽ ഇസ്മായിലിനോ യാക്കൂബിനോ നുബുവത്ത് ലഭിച്ചത് സ്വതന്ത്രമായ നുബുവത്താണ്. അതായത് അവർക്ക് സ്വയം അള്ളാഹു നൽകിയിട്ടുള്ള നുബുവത്താണ്. മറ്റൊരു പ്രവാചകനെ അനുഗമിച്ച് വന്ന് ആ നുബുവത്തിൻ്റെ ഭാഗമായിട്ടോ ആ നുബുവത്തിൻ്റെ പ്രതിച്ഛായയായിട്ടോ ലഭിക്കുന്നതല്ല. ഇവിടെ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മത്തിനോട് ദുആ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്നു ഒരു ഭാഗത്ത് സലാത്തിലൂടെ, മറുഭാഗത്ത് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ദുആ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്നു ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. അള്ളാഹുവേ നീ ഞങ്ങളെ നേരായ മാർഗ്ഗത്തിൽ നടത്തണമേ, നീ അനുഗ്രഹിച്ചവരുടെ മാർഗ്ഗത്തിലെന്ന്. ആ അനുഗ്രഹിച്ചവരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തരുന്നത് വല ഹദൈനാഹും സിറാത്തുൽ മുസ്തഖീമ, നാം അവരെ നേരായ മാർഗ്ഗത്തിൽ നടത്തുന്നു. ആ നടത്തുന്ന ആളുകൾ ആരെല്ലാമാണ്, ആ അനുഗ്രഹിക്കപ്പെട്ട വിഭാഗങ്ങൾ ഏതെല്ലാമാണ്, അത് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു തന്നത് മിനൻ നബിയീന വ സിദ്ദീഖീന വ ശുഹദാഇ വ സാലിഹീൻ, നബിമാരും സിദ്ദീഖീങ്ങളും ശുഹദാക്കളും സാലിഹീങ്ങളുമാണ്. ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഉമ്മത്തിൽ നുബുവത്തിന് വേണ്ടിയുള്ള ദുആ എല്ലാ മുസ്ലിങ്ങളും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. സൂറ ഫാത്തിഹയിലൂടെയും അതുപോലെ തന്നെ സലാത്തിലൂടെയും മുസ്ലിങ്ങൾ വാസ്തവത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നബിമാരെക്കുറിച്ച് പറഞ്ഞ സ്ഥലത്തും ഹദൈനാഹു എന്ന് പറഞ്ഞു. അതെ അതെ, അവരെ ഹിദായത്തിലാക്കി. അതെ അതെ. അപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഉമ്മത്തിലുള്ള എല്ലാ ഓരോരുത്തരും വാസ്തവത്തിൽ നുബുവത്തിന് വേണ്ടി തന്നെയാണ് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ നുബുവത്ത് എന്തായിരിക്കണം, അത് ഏത് തരത്തിലുള്ള നുബുവത്തായിരിക്കണം, അത് എങ്ങനെയുള്ള നുബുവത്ത് ആയിരിക്കും എന്നെല്ലാം അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു പാഠമാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായ രീതിയിൽ നൽകിയത്. ലൈസ ബൈനി വ ബൈനഹു നബിയുൻ, എനിക്കും അദ്ദേഹത്തിനുമിടയിൽ നബിയില്ല. അതായത് വരാനുള്ള ഈസ നബിയായിട്ടായിരിക്കും ഹാജരാകുക. ആ വരാനുള്ള ഈസ മിൻകും, നിങ്ങളിൽ നിന്നാണ് ഹാജരാവുക എന്നും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തരുന്നു. ചുരുക്കത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച വാഗ്ദത്ത മഹദി മസീഹ് നബിയായിരിക്കുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ എല്ലാത്തിൻ്റെയും ചുരുക്കം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘദർശനം ചെയ്ത ആ നബി എന്നതിൽ കവിഞ്ഞ് മറ്റൊരു വാദവും ഹദ്റത്ത് അഹമ്മദ് അലി ഇസ്ലാം ലോകത്തിനു മുന്നിൽ വെച്ചിട്ടില്ല. ഹദ്റത്ത് അഹമ്മദ് അലി ഇസ്ലാം ലോകത്തോട് വളരെ വെട്ടിത്തുറന്ന് പ്രഖ്യാപിച്ചത്, അദ്ദേഹം ലോകത്തെ സംബോധന ചെയ്തുകൊണ്ട് തൻ്റെ അവസ്ഥയും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെയും മഹിത സ്ഥാനത്ത് പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞത്, തമ്മത്ത് അലൈഹി സിഫാത്തു കുല്ലി മസിയത്തിൻ ഖുത്തിമത്ത് ബിഹി നഅമാഉ കുല്ലി സമാനി. അതായത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും സമ്പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെയാണ് എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളുടെ എല്ലാ തരത്തിലുള്ള മഹത്വങ്ങളും സമ്പൂർത്തീകരിക്കപ്പെട്ടത് എന്നും ഹദ്റത്ത് അഹമ്മദ് അലി ഇസ്ലാം പ്രഖ്യാപിക്കുന്നു. വോ ഹേ മേ ചീസ് ക്യാഹും, അദ്ദേഹമാണ് സർവവും, ഞാനൊന്നും തന്നെയല്ല. ആ പ്രകാശത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള ഒരു ചെറിയ ഒരു കണിക മാത്രമാണ് ഞാൻ. ഇത് മാത്രമാണ് ഹദ്റത്ത് അഹമ്മദ് അലി ഇസ്ലാമിൻ്റെ വാദം. ഇൻഷാ അല്ലാഹ് ഇത് സംബന്ധിച്ചുള്ള മറ്റു ചില വിഷയങ്ങളുമായി വീണ്ടും കാണാം. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.